പട്ടം SUT ഹോസ്പിറ്റൽ ഡോക്ടർ പ്രമീള ദേവിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഒരു പാർട്ടല്ലേ ഈ ബിനൈൻ ബ്രസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്? എന്താണ് ഈ ബിനൈൻ ബ്രസ്റ്റ് ഡിസീസ്? ഈ മാറിടങ്ങളിൽ വരുന്ന തടിപ്പുകളോ മുഴകളോ വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ റേഡിയോളജിക്കൽ എക്സാമിനേഷനിൽ വരുന്ന വ്യത്യാസങ്ങളെ നമ്മൾ പത്തോളജിക്കൽ എക്സാമിനേഷന്, അതായത് ബയോപ്സി പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ റിപ്പോർട്ട് കിട്ടുമ്പോൾ അതിൽ ബിനൈൻ ഇൻ നേച്ചർ എന്ന് പറഞ്ഞു വരുന്നതിനെയാണ് ബിനൈൻ ബ്രസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. മാറിടങ്ങളിൽ വരുന്ന അസുഖങ്ങളിൽ 90% ക്യാൻസർ അല്ലാത്ത അസുഖങ്ങളാണ്. വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ക്യാൻസർ ആയിട്ടുള്ളൂ. ബാക്കി 90% ക്യാൻസർ അല്ലാത്ത അസുഖങ്ങളാണ്. ഈ ക്യാൻസർ അല്ലാത്ത അസുഖങ്ങളെയാണ് നമ്മൾ ബിനൈൻ ബ്രസ്റ്റ് ഡിസീസ് എന്ന് പറയുന്നത്. ഇപ്പോഴത്തെ കാലത്ത് ക്യാൻസർ വളരെ അധികമായിട്ട് നമ്മൾ കാണപ്പെടുന്നുണ്ട് പഴയതിനേക്കാളും. ആ ഒരു സാഹചര്യത്തിൽ ബിനൈൻ ബ്രസ്റ്റ് ഡിസീസ് ഇന്ന് വളരെയധികം പ്രാധാന്യത്തോടുകൂടിയാണ് നമ്മൾ കാണുന്നത്. കാരണം ഈ ബിനൈൻ ബ്രസ്റ്റ് ഡിസീസ് ഉള്ള സ്ത്രീകളിൽ കാലങ്ങൾ കഴിയുമ്പോൾ ആ ഡിസീസുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അതിനൊരു നിയന്ത്രണം കൊടുക്കുന്നില്ല, അതിന് ചികിത്സിക്കുന്നില്ല എങ്കിൽ കാലങ്ങൾ കഴിയുമ്പോൾ അത് ക്യാൻസർ ബ്രസ്റ്റ് എന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു എന്നാണ് വിവിധ തരം പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ബിനൈൻ ബ്രസ്റ്റ് ഡിസീസിനെ കാര്യമായിട്ട് എടുക്കുക, അതിനെ കൃത്യമായ പുനരവലോകനത്തിന് വിധേയമാക്കുക, അത് ചികിത്സിക്കുക. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഭാവിയിലെ ഒരു ക്യാൻസർ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു യജ്ഞത്തിന്റെ ഭാഗമാണ് ബിനൈൻ ബ്രസ്റ്റ് ഡിസീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതാണ് പലതരം പഠനങ്ങൾ വ്യക്തമാക്കുന്നത്. ഇതെങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? ഈ ബിനൈൻ ബ്രസ്റ്റ് ഡിസീസ് എങ്ങനെയാണ് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റുന്നത്? സ്ത്രീകൾ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ബ്രസ്റ്റിന്റെ പ്രശ്നങ്ങളായിട്ട് വരുന്നു. അത് തടിപ്പാവാം, മുഴയാകാം, വേദനയാകാം, ചില വ്യത്യാസങ്ങളാവാം. അപ്പോൾ നമ്മൾ അവരെ റേഡിയോളജിക്കൽ എക്സാമിനേഷന് വിധേയമാക്കുന്നു. അതായത് അൾട്രാസൗണ്ട്, ബ്രസ്റ്റിന്റെ സോണോഗ്രാം എടുക്കുന്നു, മാമോഗ്രാം എടുക്കുന്നു. ചില സമയത്ത് ആകസ്മികമായിട്ട് കാണുന്നു, മറ്റ് ചില ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ കാണുന്ന വ്യത്യാസങ്ങളെ ബയോപ്സി പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഹിസ്റ്റോപത്തോളജിക്കൽ എക്സാമിനേഷൻ എന്ന് പറയും. അതിലൂടെയാണ് നമ്മൾ ബിനൈൻ ബ്രസ്റ്റ് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ റേഡിയോളജിക്കൽ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ കാണുന്നത് അതനുസരിച്ചിട്ട് ബ്രസ്റ്റിലെ രോഗങ്ങളെ 5 കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ ഒരസുഖവും ഇല്ലാത്ത ബ്രസ്റ്റ്. കാറ്റഗറി 2 എന്ന് പറഞ്ഞാൽ ഏജ് വൈസുള്ള ചില ചേഞ്ച് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ചേഞ്ചസ് മാത്രം. അതായത് മെൻസ്ട്രൽ പീരീഡ്സിന്റെ മുൻപുള്ള ചില ദിവസങ്ങളിൽ മാറിടങ്ങളിൽ വെള്ളം കെട്ടി നിൽക്കാറുണ്ട്. അതിനെ സിമ്പിൾ സിസ്റ്റ് എന്ന് പറയും. ഈ അവസ്ഥ ഉള്ളതിനെയാണ് കാറ്റഗറി 2-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ചില അസുഖങ്ങൾ, അതായത് ഫൈബ്രോഅഡിനോമ, ഫൈബ്രോഅഡിനോസിസ്, മാസ്റ്റ് സെൽ മാസ്റ്റൈറ്റിസ്, ഡക്റ്റക്ടേഷ്യ, അങ്ങനെ കുറേ അസുഖങ്ങളുണ്ട്. അതൊന്നും ക്യാൻസർ അല്ല. അത്തരം അസുഖങ്ങളെയാണ് നമ്മൾ കാറ്റഗറി 3-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്യാൻസർ പോലുള്ള കാര്യങ്ങൾ സംശയിച്ചാൽ അത് കാറ്റഗറി 4-ഉം, ക്യാൻസർ തന്നെ അതിന്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്ന റേഡിയോളജിക്കൽ ഫൈൻഡിങ് ഉള്ളവരെ കാറ്റഗറി 5-ലും ഉൾപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ ഈ 5 കാറ്റഗറിയിൽ നമ്മളിപ്പോൾ പറയുന്നത് ആദ്യത്തെ 2, 3 പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. അപ്പൊ ഈ 2 ആൾക്കാർ എപ്പോ 3-ലേക്ക് പോകുന്നോ, 3 എപ്പോ 4-ലേക്ക് പോകുന്നോ നമ്മൾക്ക് ആർക്കും അറിയാൻ പാടില്ല. അപ്പൊ നമ്മൾ അവരെ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കുകയും, അതായത് ഫോളോ അപ്പ് കൃത്യമായിട്ട് ചെയ്യുകയും വേണം. ഡോക്ടർ, ഇതിന്റെ കാരണങ്ങൾ, ഇതുണ്ടാവാനുള്ള കാരണങ്ങൾ എന്താണ്? കാരണങ്ങൾ ഒന്ന് പ്രധാനമായിട്ടുള്ളത്, നമ്മുടെ ഏജ് മുന്നോട്ട് പോകും തോറും സ്ത്രീകളുടെ മാറിടങ്ങളിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പം അത് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്നതല്ല. രണ്ടാമതായിട്ട് സ്ത്രീ എന്നുള്ളത് തന്നെയാണ്, അതായത് സ്ത്രീയുടെ ശരീരത്തുള്ള സ്ത്രീ ഹോർമോണുകൾ തന്നെയാണ് ഇതിന്റെ ഒരു പരിധി വരെയുള്ള അവിടെയാണ്. സ്ത്രീ ഹോർമോൺ തന്നെയാണ് കാരണം. സ്ത്രീ ഹോർമോൺ തന്നെ 2 വിധത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന്, നോർമൽ എമൗണ്ട് ഓഫ് ഹോർമോൺ, അതായത് സാധാരണഗതിയിലുള്ള ഹോർമോണാണ്, പക്ഷേ നമ്മുടെ ബ്രസ്റ്റ് ടിഷ്യൂ അധികമായി അതിനെതിരെ പ്രതികരിക്കുന്നു. അത് നമുക്ക് വലിയ കാര്യത്തിൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമതായിട്ട് നമ്മുടെ ശരീരം അമിതമായ ഹോർമോൺ ഉണ്ടാക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ഹോർമോണിന്റെ അസന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു. ഇത് രണ്ടും ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ നോക്കാം. അധികമായി ഹോർമോൺ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തെ അധികമായിട്ട് കൊഴുപ്പടിയുമ്പോഴാണ്. തൊലിക്കടിയിൽ നിന്നുള്ള അടിയിലുള്ള കൊഴുപ്പിൽ നിന്നും എസ്ട്രാഡയോൾ എന്നൊരു ഹോർമോൺ ഉണ്ടാകുന്നു. അത് ബ്രസ്റ്റിൽ പ്രവർത്തിക്കുകയും ആവശ്യമില്ലാത്ത മുഴകളും തടിപ്പുകളും എല്ലാം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ആയാസരഹിതമായ ജീവിത രീതി,
എക്സസൈസ് ഇല്ലാത്ത ലൈഫ്. അപ്പൊ എന്ത് പറ്റും? ഹോർമോണിന്റെ സന്തുലിതാവസ്ഥ അവിടെ നഷ്ടപ്പെടും. അതൊന്ന്. രണ്ടാമത് ആയാസരഹിതമായ ജീവിതമാകുമ്പോൾ അമിതമായി കൊഴുപ്പടിയുന്നു, ഒബീസിറ്റി എന്ന കണ്ടീഷനോട്ടും. അപ്പൊ കൂടുതലായിട്ട് ഹോർമോൺ ഉണ്ടാകുന്നു. അപ്പൊ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 2 കാരണങ്ങളാണ് ഈ ബിനൈൻ ബ്രസ്റ്റ് ഡിസീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ട്രീറ്റ് ചെയ്യാം? ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം തന്നെ ബിനൈൻ ബ്രസ്റ്റ് ഡിസീസ് ആണെന്ന് സ്ഥിരീകരിക്കുക. അപ്പം തടിപ്പുള്ള ഭാഗങ്ങൾ അല്ലെങ്കിൽ വ്യത്യാസമുള്ള ഭാഗം, മുഴകൾ, ഇതിനെ നമ്മൾ ബയോപ്സി പരിശോധനയ്ക്ക് വിധേയമാക്കി ബിനൈൻ ബ്രസ്റ്റ് ഡിസീസ് ആണെന്ന് കൺഫേം ചെയ്യുക. അത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇവർക്ക് കാറ്റഗറി 3-യിലുള്ളവരെയാണ് നമ്മൾ പ്രധാനമായിട്ട് ചികിത്സിക്കുന്നത്. കാറ്റഗറി 2-യിലുള്ളവരെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ പരിശോധിക്കണം. അവരെപ്പോഴാണ് കാറ്റഗറി 3-യിലോട്ട് പോകുന്നതെന്നുള്ളത് മനസ്സിലാക്കുകയാണ് അവരുടെ ട്രീറ്റ്മെൻറ്റ്. കാറ്റഗറി 3-ക്കാർക്ക് കൃത്യമായ ഇടവേളകളിൽ അവരെ പരിശോധനാ വിധേയമാക്കുന്നതോടൊപ്പം കുറച്ച് ചികിത്സയും കൂടി കൊടുക്കാം. അതായത് നമുക്ക് EVON എന്ന് പറയുന്ന ആന്റി ക്യാൻസറസ് വൈറ്റമിൻ അത് കൊടുക്കുക. അത് ഒരുപാട് നാൾ കൊടുക്കാൻ കഴിയില്ല, ഒരു 2 മാസമൊക്കെ കൊടുക്കണം. പിന്നെ 1 വർഷമൊക്കെ കഴിയുമ്പോൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാം. പിന്നെ ആന്റി ഓക്സിഡൻസ് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ നമ്മൾക്ക് അവരോട് കൗൺസിലിംഗ് ആണ്. അതായത് നിങ്ങൾ കൃത്യമായിട്ട് എല്ലാ മാസവും പീരീഡ്സ് കഴിഞ്ഞാലൂടെ സ്വയം മാറിടങ്ങൾ പരിശോധിക്കുക. എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുക. രണ്ടാമത് കൃത്യമായ റെഗുലർ എക്സസൈസ് വേണം. നിങ്ങളുടെ വെയിറ്റ് എന്ന് പറയുന്ന ഹൈറ്റിന് ആനുപാതികമായിട്ട് സൂക്ഷിക്കേണ്ടതുണ്ട്. കൃത്യമായ എക്സസൈസ്, അമിതമായ കൊഴുപ്പടിയാതെ നോക്കുക. അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് ശരിക്കും ക്യാൻസർ, ബ്രസ്റ്റ് പ്രിവെന്റ് ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ശരീരത്തിലുള്ള മറ്റ് ഒരുപാട് അസുഖങ്ങൾക്കും റെഗുലർ എക്സസൈസും ആവശ്യമാണ്. ഒബീസിറ്റി പ്രിവെൻഷനും വളരെയധികം അത്യാവശ്യമാണ്. ഈ കാറ്റഗറി 3 എപ്പോൾ കാറ്റഗറി 4-ലോട്ട് പോകുമെന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ട് അവർ കൃത്യമായ ഇടവേളകളിൽ, അതായത് 6 മാസത്തിലൊരിക്കൽ അൾട്രാസൗണ്ട് സ്കാൻ ഓഫ് ബ്രസ്റ്റ് എടുക്കുക. അല്ലെങ്കിൽ മാമോഗ്രാം നമ്മൾ ഒരുപാട് ഫ്രീക്വന്റ് ആയിട്ട് എടുക്കാൻ പറയുന്നില്ല. അൾട്രാസൗണ്ട് എടുത്ത് അതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാമോഗ്രാം ചെയ്യുക. സംശയപരമായ ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അതങ്ങ് നീക്കം ചെയ്ത് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാം. അതായത് മാറിടങ്ങളല്ല, ആ മുഴകളിലുള്ള തടിപ്പ് അല്ലെങ്കിൽ മുഴകൾ നീക്കം ചെയ്യുക. നീക്കം ചെയ്തിട്ട് അത് പരിശോധനാ വിധേയമാക്കുക. കൃത്യമായ അവലോകനം നടത്തിക്കൊണ്ടിരിക്കുക. ഇതാണ് അതിന്റെ ബിനൈൻ ബ്രസ്റ്റ് ഡിസീസിന്റെ ചികിത്സ. ബിനൈൻ ബ്രസ്റ്റ് ഡിസീസ്, ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഡോക്ടർ നമ്മളോടൊപ്പം പങ്കുവച്ചു. നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് പട്ടം SUT ഹോസ്പിറ്റൽ ജനറൽ സർജൻ ഡോക്ടർ പ്രമീള മാം ആണ്. മാം, താങ്ക് യു സോ മച്ച്. താങ്ക് യു.